ഇനി ഏത് വിഷയത്തിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് യോഹന്നാൻ അപ്പസ്തോലൻ ഈശോയുടെ വക്ഷസ്സിൽ ചാരിക്കിടന്ന് അവിടുത്തെ ഹൃദയമിടിപ്പുകൾ ഒപ്പിയെടുത്ത അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ. ഒരു രക്തസാക്ഷിയായിട്ടല്ല മരിച്ചതെങ്കിലും തിളയ്ക്കുന്ന എണ്ണയിൽ കിടന്നു പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു ഒരുപാട് രക്തസാക്ഷിത്വ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വിശ്വാസത്തിന്റെ ഒരു ധീര യോദ്ധാവ്. അതെ, വിശുദ്ധ യോഹന്നാനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് വെളിപാടിന്റെ പുസ്തകമാണ്. അതെ, ആ ഗ്രന്ഥം അങ്ങേക്ക് എഴുതാനുണ്ടായ സാഹചര്യവും ഒപ്പം തന്നെ ഈശോയിൽ നിന്ന് ആ വെളിപാട് കിട്ടിയപ്പോൾ ആ ഒരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും. അന്ന് ഡോമീഷ്യൻ ചക്രവർത്തി റോമ സാമ്രാജ്യത്തിന്റെ അധീപനായിരുന്ന കാലത്ത് അതിരൂക്ഷമായ ഒരു മതമർദ്ദനമുണ്ടായി. തന്നെ ആരാധിക്കണമെന്ന ചക്രവർത്തിയുടെ കൽപ്പന നിരസിച്ച ക്രൈസ്തവരുടെ നേതാവെന്ന നിലയിൽ എന്നെ പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയുണ്ടായി. അവിടെ വെച്ച് കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ എനിക്ക് വെളിപാട് ദർശനങ്ങൾ ആരംഭിച്ചു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ മനുഷ്യപുത്രനെ 7 ദീപപീഠങ്ങളുടെ മധ്യേ ഞാൻ കണ്ടു. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവ അവൻ എനിക്ക് വെളിപ്പെടുത്തി. കർത്താവിനും അവിടുത്തെ അനുഗമിക്കുന്നവർക്കുമെതിരെ ലോകാവസാനം വരെ തിന്മ ഭീകര രൂപം പൂണ്ട് പോരാടുന്ന ദർശനങ്ങൾ ഞാൻ കണ്ടു. അവസാന വിജയം ക്രിസ്തുവിൻ്റെതായിരിക്കും. സ്വർഗവും അതിലുള്ളവയും ഞാൻ കണ്ടു. ലോകത്തിൽ ഉണ്ടാകാനിരുന്ന സംഭവങ്ങളുടെ പ്രതീകമായി 7 മുദ്രകൾ തുറക്കപ്പെടുന്നതും 7 കാഹളങ്ങൾ മുഴക്കപ്പെടുന്നതും ഞാൻ കണ്ടു. ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ സ്വർഗത്തിലെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. അവർക്കെല്ലാം ധവളവസ്ത്രം നൽകപ്പെട്ടു. കുഞ്ഞാടന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ച അവർക്ക് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ തന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അഭയം നൽകും. കുഞ്ഞാട് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതുപോലെയുള്ള ഹല്ലേലൂയ സ്വരം ഞാൻ കേട്ടു.